ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എൻ്റെ പേര് സിസ്റ്റർ സിസി, വീട്ടുപേര് കരോട്ട്, വീട് ചെമ്പന്തൊട്ടി. ഇതെൻ്റെ ട്വിൻ സിസ്റ്ററാണ്, ഞങ്ങൾ ഇരട്ടകളാണ്. പേര് സിസ്റ്റർ ലിസി. എൻ്റെ പേര് സിസ്റ്റർ ജെസിൻ, വീട് കല്ലോടിയാണ്, മാനന്തവാടി രൂപതയിൽ. ഞാനിപ്പോൾ കുന്നാത്താണ്. ഇത് എൻ്റെ ഇരട്ട സിസ്റ്റർ സെസിൻ. FCC സന്യാസ സമൂഹം ദൈവവിളികളുടെ വൈവിധ്യം കൊണ്ട് എന്നും ശ്രദ്ധേയമാണ്. ഡോക്ടർമാരുൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർ FCC സന്യാസത്തെ പുൽകാൻ എത്താറുണ്ട്. എന്നാൽ ഒരു സന്യാസ സമൂഹത്തിൽ ഇരട്ടകളായ 2 ജോഡി സന്യസ്തർ അതൊരു പക്ഷേ ആദ്യമായിരിക്കാം. സിസ്റ്റർ ലിസിയും സിസ്റ്റർ സിസിയും, സിസ്റ്റർ സെസിനും സിസ്റ്റർ ജെസിനും. ഇവരാണ് സന്യാസ ജീവിതാന്തസ്സിലും പിരിയാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത്. ഞങ്ങളുടെ വീട് ചെമ്പന്തൊട്ടി, വീട്ടുപേര് കരോട്ട്. വീട്ടിൽ ഞങ്ങൾ മൂത്ത മക്കളാണ്. ഞങ്ങൾ 7 മക്കളാണ് ഉള്ളത്. ഞങ്ങൾ മൂത്തവരാണ്. പിന്നെ ഞങ്ങൾക്കൊരാങ്ങളയുള്ളത്, അത് സെമിനാരിയിൽ, തലശ്ശേരി നമ്മുടെ സെമിനാരിയിലെ റെക്ടറാണ്, ഫാദർ സോജൻ കരോട്ട്. ഞങ്ങളുടെയൊക്കെ ഇളയ 6-മനാണ് വീട്ടിൽ. പിന്നെ സോജൻ്റെ നേരെ മൂത്തൊരു സിസ്റ്ററുണ്ട്, ഞങ്ങളുടെ തന്നെ സഭയിൽ, സിസ്റ്റർ ജെസ്സി കരോട്ട്. അത് ഇളയ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ 7 മക്കളിൽ 4 പേരിങ്ങനെ റിലീജിയസ് ലൈഫ്. പിന്നെ 2 ബ്രദേഴ്സ് മാരീഡാണ്. ഒരു അനിയത്തിയെ കല്യാണം കഴിച്ചു. അനിയത്തി കുടിയാമല അവിടെ സെറ്റിൽഡാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു നല്ല ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല പ്രെയർഫുള്ളാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചനൊരു കസേരയുണ്ട്, അവിടെ ഇരുന്നിങ്ങനെ രൂപത്തിലോട്ട് നോക്കി അച്ചാച്ചൻ ഇരിക്കുന്നത്. അച്ചാച്ചൻ്റെ മരിക്കാൻ പോകുമെന്നറിയില്ല, പെട്ടെന്നാണ് അച്ചാച്ചൻ മരിക്കുന്നത്. ന്യൂമോണിയ ആണെന്ന് അറിഞ്ഞില്ല. എന്നിട്ട് അന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അച്ചാച്ചനെ ഞാൻ തലപ്പറമ്പിലാണ് ഉള്ളത്. അന്നേരം ഞാനും ചെന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി. എന്നിട്ട് അച്ചാച്ചൻ വണ്ടിയൊക്കെ വരാറായപ്പോഴും ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല, എല്ലാം റെഡിയായി. എന്നിട്ട് ഈ രൂപത്തോട് യാത്ര പറയുന്ന ഒരു രംഗം അപ്പന് എന്നും പ്രാർത്ഥിക്കുന്ന അത്ര അഭേദ്യമായ ബന്ധമായിരുന്നു തിരുഹൃദയത്തോട്. എന്നിട്ട് ഞാൻ ചെന്ന് വിളിച്ചു, അച്ചാച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോഴാണ് ഒരു ബോധത്തിലേക്ക് അച്ചാച്ചൻ വരുന്നത്. അത് യാത്ര പറച്ചിലായിരുന്നു പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ വെളുപ്പിന് ഇവരുടെ കൊന്ത ചൊല്ലുന്ന സ്വരം കേട്ടോണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. അത്രയും പ്രെയർഫുള്ളായിരുന്നു അപ്പനും അമ്മയും വീട്ടിൽ. ഞങ്ങളുടെ വീട് പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു, തറവാട്. ഞങ്ങൾ അവിടെയാണ് ജനിച്ചത്. 3 വയസ്സ് വരെ അവിടെയായിരുന്നു. അപ്പം ഈ പള്ളിയും മഠവും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ഞങ്ങളുടെ അച്ചാച്ചൻ്റെ 2 സഹോദരിമാർ ഈ FCCയിൽ സിസ്റ്റേഴ്സ് ഉണ്ട്. 2 അനിയന്മാർ, അച്ഛന്മാർ 2 പേരും ഇപ്പം മരിച്ചുപോയി. അപ്പോൾ ഇവരുടെ ഈ സാന്നിധ്യവും അച്ഛന്മാരെ കാണുന്നതും സിസ്റ്റേഴ്സിനെ കാണുന്നതും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാളിൽ മുതൽ ഇങ്ങനെ കാത് കുത്താൻ തുടങ്ങിയിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ല, കോൺവെൻറ്റിൽ പോകണം എന്ന് പറഞ്ഞിരുന്നു. വീട്ടിലെ മൂത്ത മക്കളാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പനും അമ്മയും ഈ കൊച്ചുറസ്യാപ്പണ്ണിയുടെ അപ്പൻ്റെ അമ്മയുടെ ഒരു റോൾ മോഡലാണെന്ന് ഞാൻ തോന്നുകയാണ്. അതുപോലത്തെ ഒരു ആത്മീയതയിൽ ആയിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ. അപ്പം ഞങ്ങളെ അങ്ങനെ കുഞ്ഞുനാളിലെ വളർത്തിയത്, പള്ളിയിൽ കൊണ്ടുപോകുന്നതും ഈ നോമ്പുകാലത്തെ വ്യാഴാഴ്ചകളിൽ എല്ലാ ആരാധനയിലും വൈകുന്നേരം ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഈ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വീട് പോലെ അങ്ങനെ ഒരു ഹൃദ്യതയായിരുന്നു പള്ളിയോടും മഠത്തോടും ഒക്കെ, വൈദികരോടും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞുനാൾ മുതലേ കോൺവെൻറ്റിൽ പോകണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ പോകുന്നതാണ് 2 പേരും. അമ്മച്ചി വിടുകയല്ലായിരുന്നു, മൂത്ത മക്കളായതുകൊണ്ട് ഒരാളെങ്കിലും വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചില്ല. പക്ഷേ 2 പേരും സിസ്റ്റേഴ്സായി ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ ഫോർമേഷനും ഉടുപ്പിടിയിലും എല്ലാം ഒരുമിച്ചായിരുന്നു. കോൺവെൻറ്റിൽ വന്നപ്പോഴൊരു പ്രത്യേകതയായിരുന്നു. പിന്നെ കുടുംബത്തിലും നാട്ടിലും ഒക്കെ ഇരട്ടുള്ള ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. കോൺവെൻറ്റിൽ വന്നപ്പോഴും ഞങ്ങൾക്കത് വല്ലാതെ ഫീൽ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്ന പോണാട്ടത്തിന് എപ്പോഴും ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് മഠത്തിൽ വന്നത്,
ഇത്ര മിടുക്കൻ എങ്ങനെയാണ് മഠത്തിലോട്ട് വന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണോ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ 20 പേരായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല ഹൈറ്റും വെയിറ്റും ഒത്ത ആൾക്കാരുമായിരുന്നു. അന്നേരം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മിസ്സസിനോട് ചോദിച്ചിട്ടുണ്ട്, നോബിളിന് ഇത്രയും നല്ല മിടുക്കനായ പിള്ളേരെ ഇവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മിസ്സസിനോട്. അന്നൊക്കെ വളരെ നല്ല, ഞങ്ങൾ വളരെ ത്രില്ലിൽ ജീവിച്ച പിള്ളേർ അന്നൊക്കെ. അപ്പോൾ ലിസിമേരിമാരെന്നായിരുന്നു എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ അന്ന് ഒരുപോലെ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരുന്നു അന്ന്. ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു മാറ്റമുണ്ട്. എൻ്റെ വീട്ടുപേര് മൂലയിൽ. ഞങ്ങൾ മാനന്തവാടി രൂപതയിൽപ്പെട്ട കല്ലോടി ഇടവകയിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ 9 സഹോദരങ്ങളാണ്. ദൈവവിളി സ്വീകരിച്ചവർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സഹോദരങ്ങളെല്ലാവരും മാതാപിതാക്കളും നല്ല വിശ്വാസത്തിൽ ആഴപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ലഭിച്ചു. ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്. എല്ലാ നോമ്പിലെ വെള്ളിയാഴ്ചകളിലും ചാച്ചായി പള്ളിയിൽ പോകുമായിരുന്നു, ഞങ്ങളെയും കൂട്ടുമായിരുന്നു. ശനിയാഴ്ചകളിൽ പള്ളിയിൽ ഞങ്ങൾ മക്കൾ പോകണമെന്നുള്ളത് ചാച്ചായിയുടെ നിർബന്ധമായിരുന്നു. അങ്ങനെ ദൈവാലയത്തോട് വളരെ ചേർന്ന് ജീവിച്ചതുകൊണ്ട് ഈശോയെ സ്നേഹിച്ച് വളരുവാനും സാധിച്ചു, ദൈവവിളി തിരഞ്ഞെടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ മുതൽ ഇടവകയിലെ മൊത്തം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു. ഇരട്ടകളായിരുന്നുകൊണ്ട് പള്ളിയിൽ ചെന്നാലും എല്ലാവരുടെയും കണ്ണുകൾ ഞങ്ങളുടെ നേരെയായിരിക്കും. അതുപോലെ സ്കൂളിൽ ഞങ്ങൾ കലാപരമായിട്ട് പാട്ടും ഡാൻസും പ്രസംഗവും ഒക്കെ ഉണ്ട്. അതിനുള്ള ചാതുരി കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അന്ന് കാലത്ത് അത് വലിയ കഴിവാണ്. അപ്പം ഞങ്ങളെ ഏത് പ്രോഗ്രാമിലും പങ്കെടുപ്പിക്കുമായിരുന്നു. അങ്ങനെ പരിശീലനത്തിന് വേണ്ടി ഞങ്ങളെ ചാച്ചായി മഠത്തിൽ കൊണ്ടുപോയാക്കും. അപ്പോൾ സിസ്റ്റേഴ്സ് പറയും ഇന്ന സമയത്ത് വരണം എന്നൊക്കെ പറയുമ്പോൾ ചാച്ചായി എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ മഠത്തിൽ കൊണ്ടുപോയി ആക്കും. ഞങ്ങളവിടെ നിന്ന് പാട്ടും കഥ എന്താണോ അത് പഠിച്ചു കഴിയുന്നത് വരെ മഠത്തിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും ചാച്ചായി വരും. അപ്പോൾ ഈ സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഞങ്ങൾക്കൊരു ഈശോ അമ്മ ഉണ്ടായിരുന്നു. ഈശോ അമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. എപ്പോഴും ഈശോയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന അമ്മയുടെ പേര് ബർണർദീത്ത എന്നായിരുന്നു. അപ്പോൾ അമ്മയെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈശോയുടെ കാര്യങ്ങൾ സുഹൃദീപം പഠിപ്പിക്കും. ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം, ആത്മാക്കളെ നേടണം, എങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ കുഞ്ഞുനാളിൽ മുതലേ ഇങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു ഞങ്ങളിൽ തന്നെ ഒരു വളർച്ചയുണ്ടായി. ആ വളർച്ചയാണ് ഞങ്ങളെ ഈ മഠത്തിലേക്ക് സിസ്റ്റർ ആവാനുള്ള ആഗ്രഹത്തിലേക്കും ദൈവവിളി തിരഞ്ഞെടുക്കുവാനുമുള്ള കാരണമായത്. പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് വന്നാൽ നെറ്റ് എടുത്ത് ഒരു തോർത്തൊക്കെ എടുത്ത് സിസ്റ്റേഴ്സ് തലമുണ്ടിടുന്ന പോലെ ഇട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ മുതലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോരണം എന്ന് പറഞ്ഞപ്പോൾ ചാച്ചായിക്കും അമ്മച്ചിക്കും അത് സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ പിരിയണ്ടല്ലോ എന്നുള്ള ഒരു കാര്യമാണ് അവരെ കൂടുതൽ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചത്. ഞങ്ങൾ കോൺവെൻറ്റിൽ ചെന്നപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഒരേപോലെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എപ്പോഴും മാറിപ്പോകും, ഞങ്ങൾ ആരാണെന്ന് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ചെരുപ്പ് തന്നത്, വള്ളിച്ചെരുപ്പ് വാങ്ങിച്ചു തന്നത് 2 കളറായിരുന്നു. അങ്ങനെ ചെരുപ്പ് നോക്കിയിട്ടായിരുന്നു എല്ലാവരും തിരിച്ചറിയുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോഴാണ് ആദ്യം മലയാളം കുർബാന വരുന്നത്. അപ്പോൾ ആ സമയത്ത് സിസ്റ്റർമാർ ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ആയിരുന്നതുകൊണ്ട് പാട്ട് പ്രസംഗം ഇതിനെല്ലാം ഒരുമിച്ച് ചേർക്കുകയും പള്ളിയിലെ കർമ്മങ്ങൾക്കും ഞങ്ങൾക്ക് ലീഡർഷിപ്പ് തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമായിരുന്നു. ഇതിനകത്ത് വേറൊരു രസം, ഞങ്ങൾ 3 പേരും മദർമാരാണ്. കോൺവെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൂരിയായിൽ, നമ്മുടെ തലശ്ശേരി മെട്രോപൊളിറ്റൻ കൂരിയായിൽ ഞാൻ 2 വർഷം ജോലി ചെയ്തു. അപ്പോൾ അന്ന് വള്ളോപ്പള്ളി പിതാവുണ്ട് അവിടെ. അപ്പം എല്ലാ ദിവസവും പിതാവിൻ്റെ കുർബാനയാണ് കാണുന്നത്. പ്രൈവറ്റ് ചൊല്ലുന്നു, അവിടെയാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത്. അപ്പം ലിസി ഒരിക്കലും അവിടെ വന്നു. അപ്പം 2-3 പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ വള്ളോപ്പള്ളി പിതാവ് റെഫക്ടറി ചെന്നിരുന്നു പറഞ്ഞു, അച്ഛന്മാരെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ സിസ്റ്റർ തന്നെ 2 വട്ടം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പിന്നീട് ഞങ്ങൾ അറിഞ്ഞു, അച്ഛന്മാർ അറിഞ്ഞു. അപ്പം പിതാവിന് അറിയില്ലായിരുന്നു ഞങ്ങൾ ട്വിൻസ് ആണെന്ന്. അപ്പം ലിസി ഞാനും സ്വീകരിക്കുന്നു, അത് പിന്നീട് ലിസിയും വരുന്നു.
പിതാവിന് ഭയങ്കര കൗതുകമായി, ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആദ്യവ്രതം ചെയ്തപ്പോൾ ഞങ്ങളായിരുന്നു ആകെ ഇരട്ടകൾ. പക്ഷേ ഞങ്ങളുടെ നിത്യവ്രതമായപ്പോഴേക്കും ഇവരുടെ ആദ്യവ്രതം ഒരുമിച്ച് വന്നു. അപ്പോൾ 2 സെറ്റ് ഇരട്ടകളായി ഞങ്ങളുടെ കൂടെ ഒരേ തിരുക്കർമ്മങ്ങളിൽ. അത് വലിയൊരു അനുഭവമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സ് ആയ ഉടനെ അവധി കഴിയുന്നതിന് മുമ്പ് എന്നെ TTCക്ക് വിട്ടു, ബാംഗ്ലൂർ. അപ്പോൾ അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ് പോയി അവിടെ ചെന്നിട്ടും എനിക്ക് ഉറക്കം വരാത്ത രാവുകളുണ്ട് ഇവളെ കാണാഞ്ഞിട്ട്. എന്നിട്ട് സാധിക്കുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും കത്തെഴുതും. അന്ന് ഫോണൊന്നും അധികമില്ലല്ലോ, കത്തെഴുതും. അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് കേൾക്കൊണ്ട് കാത്തിരിക്കുന്നത് കാണാനായിട്ട്. ഇപ്പോഴാണെങ്കിലും മാസത്തിലൊന്ന് ഞങ്ങൾ കണ്ടുമുട്ടും എന്നുള്ളതാണ്. എത്ര ദൂരെയാണെങ്കിലും എന്തൊരു അവസരം വന്ന് പരസ്പരം കാണാനുള്ള അവസരം ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അതുപോലെ അസുഖം വരുമ്പോഴും നമ്മളറിയുന്നില്ല. എനിക്കൊരു പനി വന്നാൽ പെട്ടെന്ന് അന്വേഷിക്കുമ്പം ലിസിക്കും പനി വന്നിരിക്കും, എന്തെങ്കിലും ക്ഷീണം വന്നിരിക്കും. ഇപ്പം അത് കുറേ മാറി. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. അസുഖം വരുമ്പോൾ വീട്ടിൽ നിന്നോ ഷുവറായിട്ടും ഒരാൾക്ക് പനി വന്നാൽ മറ്റേയാൾക്ക് പനിച്ചിരിക്കും. അതുപോലെയുണ്ട്. ഇവിടെയും അങ്ങനെയായിരുന്നു. എനിക്ക് ഒരു പ്രാവശ്യം അപ്പൻഡിസെക്ടമി ചെയ്തു, സർജറി. അപ്പോൾ സർജറി ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സെസിന് അന്ന് കാഷ്വലായിട്ട് ഒരു ചുരുക്കും കമ്മീസും ഒക്കെ അലക്കി തേക്കുക വെറുതെ. ആസ്പത്രിയിൽ അങ്ങനെ കിടക്കേണ്ടി വന്നാൽ ഇത് വേണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു സ്കേർട്ടും ഡ്രസ്സ് ശരിയാക്കി എല്ലാം തേച്ച് വെക്കുക. അതിവിടെ ഞാൻ ഹോസ്പിറ്റലിലാണെന്നും പെട്ടെന്ന് എനിക്ക് ആസ്പത്രിയിൽ പോകേണ്ടി വന്നു, വയറുവേദന വന്നിട്ട് ചെന്നപ്പോൾ പറഞ്ഞു അപ്പൻഡിസെക്ടമി ചെയ്യണമെന്ന് പറഞ്ഞ് ടേബിളിലേക്ക് കയറ്റി ചെയ്തേ. അപ്പോൾ അങ്ങനെ ശരിക്കും അനുഭവങ്ങൾ, ഫീലിങ്സ് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പിരിച്ചിൽ ഇവള് ബാംഗ്ലൂർക്ക് TTCക്ക് പോയി. ഞാനന്ന് മലാപ്പറമ്പിൽ ടൈപ്പ് ഷോട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനന്ന് സെക്രട്ടറിയെ സഹായിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഇവള് തിരിച്ച് പിന്നെ അവധിക്ക് വരുന്നത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കും. ഒറ്റയ്ക്കല്ലേ വരുന്നത്, ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തിരുമുന്നുണ്ട് ആരോ ഇരുന്ന്. എന്നിട്ട് ഞാൻ കണ്ണ് നോക്കുമ്പം വന്ന പാടെ എൻ്റെ കട്ടിലിനടുത്ത് വന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൂക്കുക. ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ട്. ആ 2 വർഷവും ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ഉറങ്ങുമ്പം ഇങ്ങനെ വന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൂക്കും. ഞങ്ങൾ പിരിഞ്ഞത് എല്ലാം ചെറിയ ചെറിയ പിരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഒരു വലിയൊരു പിരിയൽ വേണ്ടി വന്നു. അതായത് ഞാൻ നിത്യവ്രതം കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് അന്നത്തെ പ്രൊവിൻഷ്യലമ്മ ഞങ്ങളുടെ മിസ്ട്രസ് തന്നെയായിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നെ ഗുജറാത്ത് മിഷനിലേക്ക് പോകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സുപ്പീരിയേഴ്സ് ആവശ്യപ്പെട്ടാൽ നോ പറയാനും നമുക്ക് പറ്റുകയില്ല, നമ്മളത് അനുസരിക്കുക. അപ്പോൾ ഒത്തിരി വിഷമമായിരുന്നു, ജീവൻ പിരിയുന്ന വിഷമമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അത് സുപ്പീരിയേഴ്സിൻ്റെ ആവശ്യമാണല്ലോ നമ്മളിലൂടെ നിറവേറപ്പെടുന്നത്. അവർ ദൈവഹിതമാണ് നമ്മളോട് അറിയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അത് ചെയ്യണമെന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് അതിന് വിധേയപ്പെട്ടു പോയി. ആദ്യമൊക്കെ നല്ല വിഷമമായിരുന്നു. ഗുജറാത്തിൽ പോകുന്ന സമയത്ത് ഞാനന്ന് മലാപ്പറമ്പിലുണ്ട്. ഇവർ പോകുമ്പോൾ ട്രെയിനിൽ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് എന്നെയും കൂടി വിട്ടു. അപ്പോൾ ട്രെയിൻ അങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്കൊന്നും കാണുന്നില്ല. വഴിക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ചു പോരുക മലപ്പുറം ഹൗസിലേക്ക്. അവിടെ വന്നപ്പോൾ എനിക്ക് കണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. വഴിയൊന്നും അറിയുന്നില്ല. കൂടെയുള്ളവരെ കൈ പിടിച്ച് അന്തന്മാർ പോകുന്ന പോലെ പോവുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം എനിക്ക് വിഷമമായിരുന്നു. ഒരുപാട് നമ്മളെ മനസ്സിലാകാത്ത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം പൊന്നുതമ്പുരാൻ തൊട്ടറിഞ്ഞ് തന്ന ഒരു അവസരമായിട്ട്, കാരണം ദൈവസ്നേഹത്തിലേക്കും ഈ കൊച്ചു ക്രിസ്ത്യപ്പണിയെ പോലെ ഉയരുവാനായിട്ട്, പേഴ്സണലി ആത്മീയമായിട്ട് വളരുവാൻ, ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ, ദൈവം അപ്പനാണെന്നൊരു വലിയ കൺസെപ്റ്റ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പൻ എന്നുള്ളൊരു ഭയങ്കര ഒരു പ്രണയം തോന്നുന്നു. അത്രമാത്രം ആത്മീയതയിൽ വളരുവാൻ ഈ കൈപ്പേറിയ അനുഭവങ്ങളാണ് ശക്തി പകർന്നതെന്ന് ഇപ്പം ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ ആ സാഹചര്യത്തെ എല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ട്. എന്നാലും ചില വേദനയേറിയ ഓർമ്മകളൊക്കെ ഉണ്ട്.
അതൊക്കെ വേണമല്ലോ, അതില്ലെങ്കിൽ ജീവിതത്തിന് മാധുര്യമില്ലല്ലോ. അപ്പം ഒരിക്കൽ പോലും എന്നിട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലിസിക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ലിസി അച്ചാച്ചൻ കൊച്ചാണ്, ചിച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വളർന്നത്. മൂത്തവളായതുകൊണ്ട് അച്ചാച്ചൻ്റെ കൂടെയായിരുന്നു കിടപ്പൊക്കെ. അപ്പം കുറേ സഹനങ്ങളൊക്കെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ബലം കിട്ടിയിട്ടില്ല. അപ്പം പോകണമെന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്നപ്പോൾ ഞാൻ പിടിച്ചു നിർത്തി. അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുവേ. കല്യാണം കഴിച്ച അനിയത്തിയോടാണേലും ഞങ്ങൾ ഒത്തിരി ആത്മീയമായിട്ട് പരസ്പരം വളർത്തും. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം വളരാൻ പറ്റും. ഇപ്പം ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി ഉയർന്നതാണെങ്കിൽ ലിസിക്കും അതൊരു ഭയങ്കര ശക്തി, എനിക്ക് അതുപോലെ ആവണം എന്നുള്ളത്. അപ്പോൾ പരസ്പരം ഇങ്ങനെയുള്ള ഒരുപാട് ഷെയറിങ് ഞങ്ങൾ നടത്തും. ഇതാ ഞാൻ പറഞ്ഞ ഈ കൊച്ചുറസ്യ പുണ്യതയുടെ അതേ ഫാമിലി പോലെ നമ്മുടെ ഫാമിലി തോന്നുകയാണ്, നമുക്കും അതുപോലെ സ്വർഗത്തിൽ പോകണം. ഇപ്പോൾ അനീത്തിയും പറയുന്നത് അങ്ങനെയാണ്. സിസ്റ്റർ അനീത്തി പറയുന്നത് അവൾക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്നു ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് അവൾ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാതെ എനിക്ക് സ്വർഗത്തിൽ പോകണം, അത്രയും പീഡകളാണ് അവിടെയെന്ന്, അതുകൊണ്ട് ഇവിടെ എന്ത് സഹനം കിട്ടിയാലും ഞാൻ എടുക്കും എന്നൊക്കെ ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും അനർത്ഥമാകുന്നുണ്ട്. അപ്പം കുടുംബത്തിൽ ഞങ്ങളിങ്ങനെ ഒരു ആത്മീയമായ ഒരു പരിവേഷത്തിലാണ് വളരുന്നതും വളർത്തപ്പെടുന്നു. ഇപ്പോഴും വളരുന്നതും ഞങ്ങളുടെ സഹോദരങ്ങളോട് പരസ്പരം ഷെയർ ചെയ്യുന്നതൊക്കെ. ആങ്ങളമാരോടാണെങ്കിലും അവരെല്ലാം സ്വർഗത്തിൽ പോകണമെന്നൊരു ചിന്തയായിപ്പോൾ ഉള്ളത്. ഞങ്ങൾ പരസ്പരം ഇടയ്ക്ക് ഫോണിൽ, ഇപ്പോൾ മൊബൈലുള്ളത് കൊണ്ട് എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് പരസ്പരം. ജെസിൻ ഒത്തിരി ആനിമേറ്ററായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ജെസിന് ഒത്തിരിയേറെ അവസരം പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ നയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും എനിക്കും ശക്തി പകർന്ന് തന്നെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥനയെ ശക്തി സ്വീകരിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ദൈവാനുഭൂതി ഇപ്പം ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ ഞാൻ വലിയ ദൈവാനുഭൂതി ജീവിക്കുകയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പം ഞാൻ സ്വർഗത്തിൽ ചെല്ലും. അപ്പോൾ ലിസി സ്വർഗത്തിലെത്തണം. അപ്പോൾ ലിസിക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ പരിഹാരം ചെയ്ത് ഞാൻ ഉപവാസം എടുക്കുമ്പോഴൊക്കെ ലിസിക്ക് വേണ്ടി. അപ്പോൾ ലിസി ഓർക്കും വീട്ടിലെ സഹോദരങ്ങൾ, അപ്പൻ ഓൾറെഡി സ്വർഗത്തിലുണ്ടെന്നറിയാം. അപ്പോൾ എല്ലാവരും, അതുപോലെ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ, എൻ്റെ സുപ്പീരിയേഴ്സ്, ഇവരെല്ലാം സ്വർഗത്തിൽ പോകണമെന്നൊരു ചിന്തയെ ഞാൻ പരിചയപ്പെട്ടവരും സ്നേഹിതരും ഒക്കെ. അങ്ങനെ ഒരു ചിന്തയിൽ, അതുപോലെ ചിന്ത എന്ന് പറയുമ്പോൾ ഒരു സങ്കടം, ലിസിക്കൊരു സങ്കടമാണെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിളിക്കുമ്പം എന്തെങ്കിലും അനുഭവത്തിൽ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും. അപ്പം ഞാൻ പ്രാർത്ഥിക്കും. അതൊരു ഭയങ്കര ശക്തിയാണ്. എനിക്കറിയാം പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണെന്ന്. പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അത് അവിടെ ഫീൽ ചെയ്യുന്ന, ഞാനിങ്ങനെ റേഡിയോ വോയിസ് കാന്തിക തരങ്ങളെ പിടിക്കുന്നത് പോലെ ഇങ്ങനെ പ്രെയർ അങ്ങനെ പോകുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടും. ഒരു നല്ല കാര്യം പറയുമ്പോഴത്തേനും കുറേ ശാന്തത വരും. അങ്ങനെ ചിന്തയിൽ ഒരുപാട് സാമ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. എനിക്ക് എൻ്റെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം എൻ്റെ ഇടവകയിൽ എൻ്റെ വികാരിയച്ഛൻ്റെ വിശുദ്ധ കുർബാന അർപ്പണം ഞാൻ എപ്പോഴും ഓർക്കും. എനിക്ക് കുർബാനയോടൊരു ഭയങ്കര പ്രണയമുണ്ട്. അപ്പോൾ ദൈവം എനിക്ക് തന്ന വലിയൊരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഫാദർ ഷാജി കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് അവിടെ വരുന്നവരും പങ്കെടുക്കുന്നവരൊക്കെ പറയാറുണ്ട്, അത്ര ദൈവാനുഭവത്തില്ല ആ ബലിയർപ്പണം. അപ്പോൾ ഈശോ എനിക്കൊരു അവസരം തന്നല്ലോ എന്നുള്ളത് ഞാനിങ്ങനെ നന്ദിയോടെ എൻ്റെ കണ്ണ് നിറയത് ഓർക്കും. വിശുദ്ധ കുർബാന ഇത്രയും ഭക്തിയോടെ എനിക്ക് അർപ്പിക്കാനൊരു വലിയ അവസരം എൻ്റെ ദൈവം തന്നു. ആ ഒരു വലിയ സെൻറ്ററിലേക്ക് വരുന്നവരെല്ലാം ഭാഗ്യപ്പെട്ടവരാണ്. കാരണം അവിടെ ഒരു ചൊവ്വാഴ്ച ഒരു കൺവെൻഷൻ നടക്കുന്ന ഏരിയയാണത്. അപ്പോൾ ഒത്തിരി പേര് പുറത്തുനിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാം ഈ അച്ഛൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈശോ എനിക്ക് തന്നൊരു വലിയ അവസരമായിട്ട് ഞാൻ ഈ ഒരു അവസരത്തെ കാണുകയാണ്. എനിക്ക് ദൈവത്തിലേക്ക് കുറേ കൂടെ വളരുവാനും എൻ്റെ ദൈവസ്നേഹം ഈശോയുടെ ആ പ്രണയം എനിക്ക് അറിയിക്കുവാനുള്ള ഒരു വലിയൊരു വേദിയായിട്ട് ഈ പരിശുദ്ധ കുർബാന അർപ്പണം അത്രയും ഒരു അനുഭവത്തിലാണ് അച്ഛൻ ബലിയർപ്പിക്കുന്നത്. അതുപോലെ ഞങ്ങൾ 4 പേര് ഇരട്ടകളായതുകൊണ്ടായിരിക്കാം പണ്ട് പാട്ടുകാരെന്നൊരു പേരുണ്ട്, പക്ഷെ പാടാനിപ്പോൾ പറ്റുന്നില്ല. എന്നാലും ഞങ്ങൾ കീബോർഡ് 4 പേരും അവരാദ്യമേ പഠിച്ചു. തബലിസ്റ്റാണ് സിസ്റ്റർ സെസിനെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തബല ഓർക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ല താളാത്മകമായിട്ട് ഇവർ 2 പേരും തബല നല്ല താളത്തിൽ, അത് നല്ല റിത്തമിക് ആയിട്ട് അവർ പ്ലേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാനേ ഉള്ളൂ. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ ജീവന്റെ ആദ്യ തുടിപ്പ് മുതൽ ഒരുമിച്ചായിരിക്കുവാൻ ഒരു കൂട്ടിനെ തരിക എന്നുള്ളത്. ഇതിലപ്പുറം ദൈവത്തിന് തൻ്റെ സ്നേഹം ഞങ്ങളോട് വെളിപ്പെടുത്താനില്ല. വലിയ ഭാഗ്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളൊരു ഭാഗ്യമാണ്, ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങൾ ഭാഗ്യമാണ്.
സഹോദരങ്ങൾക്കും. അപ്പോൾ സ്നേഹിച്ച് വളരാനുള്ള ഫോർമേഷൻ ജീവൻ്റെ ആദ്യ തുടുപ്പ് മുതൽ കിട്ടിയതുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് സഭ നൽകിയ എല്ലാ നല്ല അവസരങ്ങളും, ഞങ്ങൾക്ക് വളർച്ചയ്ക്കുള്ള എല്ലാ അവസരങ്ങളും സഭ നൽകിയിട്ടുണ്ട്. നാളിതുവരെയും ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കൾക്കൊപ്പം ഞങ്ങളുടെ സഭാധികാരികൾക്കും നന്ദി പറയുന്നു. നന്ദി ദൈവത്തിന്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദി ചൊല്ലിത്തീരുമോ.